എങ്ങനെയുണ്ട് ഡ്രാഗൺ? വലിയ പട്ടിയായില്ലേ? ജയറാമേട്ടൻ എന്ന് പറയുമ്പോ നമുക്ക് നമ്മുടെ കുടുംബത്തിന്റെ ഒരാളാണ്. ചൂച്ചുവാ, ആഫ്രിക്കൻ ആശകളായിരം. എടാ ക്രൂരാ. ഞാൻ വിചാരിച്ചു ആ യുഗ്വാനെ എങ്ങാനും പിടിച്ച് തിന്നോ. ഞാൻ കുറെ ചോദ്യങ്ങളൊക്കെ എഴുതി വെച്ചു, ഒന്നും ചോദിക്കാൻ പറ്റുന്നില്ല. അതെ അതെ. എന്നിട്ട് വാ കുട്ടാ, ഹലോ, അയ്യോ റാംബോ ചാക്കോച്ചൻ. എന്റെ കൂടെ ഒരു ഫ്രണ്ടും കൂടി വന്നിട്ടുണ്ട്. യെസ്. ഹായ് ജയറാമേട്ടാ. ഹായ്. രഞ്ജിനി ഹരിദാസിന്റെ വീട് തന്നെയല്ലേ? അതെ അതെ. ഉണ്ടോ ആള്? ആ ഉള്ളിലുണ്ട്. ആരാണാവോ? ഞാൻ സ്റ്റെഫി, രഞ്ജിനിയുടെ ഫ്രണ്ടാ. ഓ ആണോ? ഇന്നൊരു സിനിമയുടെ ഇന്റർവ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സംസാരിക്കാൻ വരാൻ പറഞ്ഞിരുന്നു, അതുകൊണ്ട് വന്നതാ. ഹായ് ബേബി. അതുകൊണ്ട് ഹായ്. ഇതെന്താ പട്ടിയൊക്കെ ഇട്ട്? അല്ലല്ല, ഒന്നുമില്ല. രഞ്ജിനിക്ക് ഈ മനുഷ്യരെക്കാൾ കൂടുതൽ പട്ടികളോടും പൂച്ചകളോടാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇതുമായിട്ട് ആയിക്കോട്ടെ. ഹായ് ഹായ് ബേബി. വാ മോനെ. താങ്ക് യു. അല്ല, ഞാൻ പട്ടീനോട് ആണോ? ഉള്ളതെല്ലാം ഒന്നിനൊന്ന് മെച്ചം. രഞ്ജിനി, രഞ്ജിനി ഹരിദാസ്. ഹലോ, താങ്ക് യു താങ്ക് യു താങ്ക് യു. ഹായ് ക്യൂട്ടി, സുന്ദരം ബേബി. എന്താ പേര് ചേട്ടാ? ഫ്രാങ്കോ. ഹായ് ഫ്രാങ്കോ. നീ വീട്ടില് ചുച്ചു ഒന്നും ചെയ്യില്ലല്ലോ അല്ലേ? ചെയ്യില്ലല്ലോ. ചൂച്ചുവാ? സുസു മൂത്രം. സൂസു അത് പിന്നെ പട്ടിയല്ലേ, ഒഴിച്ചു എന്ന് വരും. അത് കുഴപ്പമില്ല. പട്ടി ഒഴിച്ച് ആര് തുടയ്ക്കും? രഞ്ജിനി തുടയ്ക്കും. ആശകളായിരം. ഓ, അപ്പോ തുടയ്ക്കണ ഫ്രണ്ട് തുടക്കില്ല. എനിക്ക് ഡോറ് തുറന്നു കിടന്ന ഇല്ലല്ലോ, തുടക്കില്ല. നിങ്ങൾക്ക് പട്ടികളും പൂച്ചയൊക്കെ വലിയ ഇഷ്ടമുള്ള ആൾക്കാർ. എന്റെ സ്വന്തമായിട്ടുള്ള പട്ടികൾ ഇവിടെ ചുച്ചു ഒഴിച്ചുകൊണ്ടാണ് ഞാൻ നമ്മുടെ വീട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത്. പക്ഷെ നോ പ്രോബ്ലം. എന്ത് ചെയ്യാം? വലിയ പട്ടിയായിപ്പോയില്ലേ? കൊറേ ഒഴിക്കും. ഓ, അപ്പൊ ഇവരെ പുറത്ത് കെട്ടിച്ചു. നല്ലൊരു ഐഡിയ. ചെറിയ വല്ല ഷിറ്റ്സു ഒക്കെ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഓ, ചെറിയ ഷിറ്റ്സു പോലത്തെ പട്ടി. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഹലോ രഞ്ജിനി, ദാ പറഞ്ഞ സാധനത്തിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഷിറ്റ്സു ഇച്ച മൂത്രം ഒഴിക്കുള്ളൂ, ഒഴിച്ചാല്. അച്ഛന്റെ പേരെന്താ ചേട്ടാ? ലിയ. എന്റെ വീട്ടിലെല്ലാം ബോയ്സ് ആണ്. ലിയ വിൽ ബി ഇത്. അപ്പൊ ഇന്നത്തെ ഇന്റർവ്യൂ കേമാവും. അതിന് തന്നെയല്ലേ ഞാൻ ഇതിനൊക്കെ പൊതിഞ്ഞു കെട്ടി കൊണ്ടുവന്നത്. ഇഷ്ടപ്പെട്ടു. പറയൂ ചേട്ടാ വിശേഷങ്ങൾ. വിശേഷങ്ങൾ എന്താ? ആയിരം ആയിരം വിശേഷങ്ങൾ തന്നെ. അതെ, ആശകൾ ആയിരം. ഐ എം വെരി എക്സൈറ്റഡ് ബിക്കോസ് അതിന് മെയിൻ കാരണം ഞാൻ കുറച്ച് നാൾ മുമ്പ് മകന്റെ ഒരു ഇന്റർവ്യൂ ചെയ്തിരുന്നു. അവിടെ ഞങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ തിരിച്ചെത്തുന്നു. എത്ര വർഷത്തിന് ശേഷം? Maybe 22 ഇയേഴ്സ് എടുത്തു. ചെറിയ കാളിന്റെ കൂടെ നമ്മൾ കണ്ടു അച്ഛനെ. ഇപ്പൊ മുതിർന്ന വളർന്ന മകന്റെ കൂടെ കാണാൻ പോവാണ്. എങ്ങനെയാ ചേട്ടാ ഈ നിങ്ങൾ രണ്ടുപേരും കൂടെ വീണ്ടും ഒരുമിക്കാൻ ഈ ഒരു തീരുമാനം എടുത്തത്? അങ്ങനെയില്ല, ഇതിന്റെ ഇടയ്ക്ക് കുറേ സിനിമകൾ അച്ഛൻ മകൻ കോമ്പിനേഷൻ എന്ന് പറഞ്ഞ നിറയെ കഥകൾ വന്നു. അത് നമുക്ക് വേണ്ടി ഒരു കുക്ഡപ്പായിട്ട് അങ്ങനെ പോലെ തോന്നി. തമിഴിൽ വന്നു, മലയാളത്തിൽ വന്നു. അപ്പൊ കണ്ടൻ തന്നെ പറയും എപ്പോഴെങ്കിലും നല്ലത് വരുമ്പോൾ ഒരെണ്ണം ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ജൂഡ് ആഫ്റ്റർ ദാറ്റ് 2018. ജൂഡ് വലിയൊരു ബ്രേക്കിന് ശേഷം എഴുതിയ ഒരു കഥയാണ്. ഈ ഒരു ചിത്രത്തിനെ സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ എന്ത് പറയും? എങ്ങനത്തെ ഒരു സിനിമയാണ് ആശകളായിരം? പെട്ടെന്ന്, അതായത് ഇപ്പം പറയുകയാണെങ്കിൽ ജൂഡ് ആ കാലഘട്ടത്തെ ശ്രീനിവാസന്റെയും ലോഹിതദാസിന്റെയും രഘുനാഥ് പലേരിയുടെയും സത്യനന്ദിക്കാട് എടുത്തിട്ടുള്ള വളരെ ഗ്രാമീണ അങ്ങനത്തെ ഒരുപാട് ചെറിയ ചെറിയ കഥകളുള്ള സിനിമകളില്ലേ, അത്തരം സിനിമകളുടെ ഒരു വലിയ ആരാധകനാണ്. അപ്പൊ എൻ്റെ അടുത്ത് എപ്പോഴും പറയും, വീണ്ടും ചില വീട്ടുകാര്യങ്ങളായാലും, അല്ലെങ്കിൽ തൂവൽ കൊട്ടാരം പോലെ, അല്ലെങ്കിൽ സത്യേട്ടൻ്റെ പൊന്മുട്ടയിടുന്ന താറാവ് പോലെ, അഭിനയിച്ചിട്ടുമുണ്ട് മഴവിൽക്കാവടി പോലെ, അങ്ങനത്തെ സിനിമകളിലെ ഒരു സിനിമ എനിക്ക് എഴുതണം എന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ മനസ്സിൽ വെച്ച് എഴുതിയ
ഒരു ചെറിയ, അപ്പോൾ കാണുന്ന ആൾക്കാർക്ക് തോന്നും അത് ജയറാം, ഇത് ജയറാം ചെയ്തിട്ടുള്ള സിനിമകൾ പോലത്തെ ഒരു സിമ്പിൾ ആയിട്ടുള്ള അതെ, സിനിമയാണ്. ജയറാമേട്ടൻ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ കുടുംബത്തിന്റെ ഒരാളാണ്, നമ്മളുടെ ഒരു ഫാമിലി ഫിലിംസ് കുറെ ചെയ്തിരിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിലും അങ്ങനെ തന്നെയാണ്. ഇത് നമ്മുടെ പ്രജിത്തല്ലേ ഡയറക്ട് ചെയ്തത്, നമ്മുടെ വടക്കൻ സെൽഫിയുടെ? വടക്കൻ സെൽഫി പ്രജിത്ത് ചേട്ടൻ ആദ്യമായിട്ടാണോ പ്രജിത്തിന്റെ കൂടെ? ആദ്യമായിട്ട്. എങ്ങനെയുണ്ട്? അരവിന്ദ് എന്ന് പറഞ്ഞൊരു പുതിയ റൈറ്റർ, അതും ആഹാ. ആദ്യമായിട്ട്. ജൂഡിന്റെ കൂടെ ആദ്യമായിട്ട്. കൊച്ചിയിൽ ഫുൾ ഷൂട്ട് നടക്കുന്നു. അതെ, എത്ര നാളെടുത്തു? അറൗണ്ട് 40-45 days. 45. ചേട്ടൻ ഒരു ചെറിയ ബ്രേക്കിന് ശേഷമൊക്കെ വന്നേ. ഓസ്ലർ ആണ് ലാസ്റ്റ്. 6 വർഷത്തിനിടെ 2 മലയാള സിനിമ ചെയ്തിട്ടുള്ളൂ. ഓസ്ലറും മകളും മകള്. അല്ലേ? അതെ. എന്താ എന്താ ചോദിച്ചാ ഇപ്പൊ തമിഴില് ബിസി ആണല്ലോ, പൊന്നിയൻ സെൽവൻ, അങ്ങണ്ടാരാ. Amazing, we're so proud of you. തെലുഗു, കന്നഡ ഒക്കെ ഉണ്ട്. So busy like that. കേരളത്തിൽ പക്ഷെ ഒരു നല്ല ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്താണ്, അതാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ജയറാമേട്ടൻ്റെ എങ്ങനത്തെ സ്ക്രിപ്റ്റ്സ് വരാറ് യൂഷ്വലി? ഈ സെയിം ആയിട്ട് വരുന്നല്ലേ? അല്ല, എന്നാലും എനിക്ക് കുറച്ചുകൂടി എൻ്റെ ഒരു കംഫർട്ട് സോണില്ലേ, ആ കംഫർട്ട് സോണിൽ പറ്റിയതാ മാത്രമാണ് അധികവും ഞാൻ ചൂസ് ചെയ്യുക. അല്ലാതെ എനിക്ക് ചേരാത്തൊരു കഥയിലേക്ക് പെട്ടെന്ന് നമസ്കാരം, പുതിയ പട്ടിയെ കൊണ്ടൊന്ന് കണ്ടിരുന്നോ? അല്ല, ഇതിന്റെ പേര് ലിയ. ഇവളെനിക്ക് കഥ തുറന്നു തന്നത്. എന്നിട്ട് വാ കുട്ടാന്ന് വിളിച്ചപ്പോ ഞാൻ എന്നെയാന്ന് വിചാരിച്ചു. ഞാൻ പട്ടീനെയാ വിളിച്ചായിരുന്നു. എല്ലാം ബെസ്റ്റ് വീസ് തന്നെ പറഞ്ഞു വീട്ടില്. അങ്ങനെ ഇനിയും കുറച്ചുപേരെ കൊണ്ട് കേട്ടാ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, വളരെ സിമ്പിൾ ആണ്, എനിക്ക് കുറച്ച് ഇൻഫർമേഷൻ വേണം. ഹോട്ട് ഓർ കോൾഡ്? ചൂട് ഓർ തണുപ്പ്? ചൂട്. വെജ് ഓർ നോൺ വെജ്? വെജ്. സ്വീറ്റ് ഓർ സ്പൈസി? സ്പൈസി. ടീ ഓർ കോഫി? കോഫി. അട ഓർ വട? അട. ഇനി ചേട്ടന്റെ വീട്ടിലെ മൃഗങ്ങളുടെ വിശേഷങ്ങൾ പറ. എന്ന് പറയാൻ മൃഗങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, ഞങ്ങളുടെ കുടുംബാംഗങ്ങളാണിത്. 3 പേരുണ്ട്. ഞാനിവിടെ വന്നപ്പോ തന്നെ കണ്ടു മനുഷ്യരുടെ ഫോട്ടോയൊക്കെ കൂടുതൽ പട്ടിയുടെയും പൂച്ചയുടെയും ഫോട്ടോ ആണ് അധികം വെച്ചിരിക്കുന്നത് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നത്. അപ്പോ വിസ്കി, ബണ്ടി, ടെഡി. ടെഡിയുടെ വിശേഷങ്ങളാണ് പുതിയ ആള്. അയ്യോ, ടെഡി രക്ഷയില്ല. മീൻസ് ഞാൻ ബാംഗ്ലൂർ ഇപ്പോൾ ഒരു ഷൂട്ടിങ്ങിന് പോയപ്പോൾ ഞങ്ങളുടെ കയ്യിലൊരു വൈറ്റ് റിട്രീവർ ഉണ്ടായിരുന്നു ഇതിനു മുമ്പ്. അത് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു അശ്വതിയായിട്ട്. അപ്പോൾ അത് പോയി, എന്നും ഒരു ടൈം ഇരുന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കും. അതിന് ബറി ചെയ്ത സ്ഥലത്ത് പോയിട്ട് കരയുക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴെങ്കിലും ബാംഗ്ലൂർ പോകുമ്പോൾ ഒരു നല്ല പപ്പിയെ കിട്ടുകയാണെങ്കിൽ തിരിച്ചെനിക്ക് പ്രസൻ്റായിട്ട് തിരിച്ച് മേടിച്ച് കൊണ്ട് കൊടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഞാനൊരു കന്നഡ മൂവിക്ക് ഷൂട്ടിങ്ങിന് പോയപ്പോൾ ആ വീട്ടിൽ ഭയങ്കര ക്യൂട്ടായിരുന്നു. അപ്പോൾ എന്നെ എടുത്തപ്പോഴൊക്കെ ഇങ്ങനെ നമ്മളെ നോക്കുമ്പോഴൊക്കെ ഭയങ്കര ഇതായി തോന്നി. ഞാൻ ആ ഫോട്ടോ അയച്ചപ്പോഴത്തേക്കും അയ്യോ എനിക്ക് മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴേ അയാൾ പറഞ്ഞു, ഭയങ്കര നോട്ടി കിഡാണിത് കേട്ടോ, ഈ മൂത്ത കുട്ടി അങ്ങനെ ആവുക അത്രേ. അതെ, ഏറ്റവും സ്ട്രോങ്ങർ ആണ്. മറ്റു കുട്ടികളൊക്കെ തള്ളിയിട്ട് അത് അങ്ങനെ കണ്ടാ അറിയാതെ. എന്നാൽ പക്ഷെ ഏറ്റവും നല്ല ഭംഗി അതിനായിരുന്നു, ഞാൻ അങ്ങനെ എടുത്തതാണ്. ഇപ്പം എന്താ പറയുക, കടിച്ച് വീട് മുഴുവൻ, ഒരാളുടെ ചെരുപ്പില്ല. അശ്വതിയുടെ മറ്റേ ചുടിദാറിന്റെ താഴെ ഇല്ല, മുഴുവൻ എല്ലാം കാടിച്ച് കീറി പേപ്പർ. ഡോക്ടർ പറയുന്ന ഒരു 6-7 മാസം വരെ ഇങ്ങനെ അതിന്റെ ടീത്തിങ് ഇത് മാറുന്നവരെ എല്ലാം ഇതുപോലത്തെ ടേബിളിന്റെ കാലുകൾ അത് ഇതൊന്നും ബാക്കിയില്ല. പക്ഷെ നമ്മള് അതിന് കടിക്കാനുള്ള അങ്ങനത്തെ സ്ട്രോങ് ബോണോ മറ്റേ സാധനം അത് കടിക്കില്ല. അതിനറിയാം ഇതല്ല കടിക്കേണ്ടത്, ഇവന്റെ വീട്ടിലുള്ള സാധനങ്ങളാണ് കടിക്കേണ്ടതെന്ന്. അതിന് എങ്ങനെ ഇത് മനസ്സിലാവണമെന്നോ, ബെഡ്ഷീറ്റ് അത് വീട്ട് മുഴുവൻ കടിച്ചു കയറുക. അങ്ങനെ നോക്കുകയാണെങ്കിൽ പൂച്ചകളാ കുറച്ച് ബെറ്റർ. അതെയാ? അതെ അതെ അതെ, ഞങ്ങളുടെ വീട്ടിലുണ്ട് ലൂണ എന്ന് പറഞ്ഞത്. ഞങ്ങൾ ആക്ച്വലി പെമ്പൂച്ചയാന്ന് വിചാരിച്ചു, ആമ്പൂച്ചയായി പോയി. ആണോ? എന്താ വല്ല പ്രശ്നമുണ്ടോ ആമ്പൂച്ചയെ? അല്ല, പ്രശ്നമില്ല, പക്ഷെ പേര് പെണ്ണിന്റെ ആയിപ്പോയി, ഇപ്പൊ ഇനി മാറ്റാനും പറ്റുന്നില്ല. അപ്പൊ പൂച്ച എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഈ ബ്ലാക്ക് ബനിയൻ ഇട്ടുണ്ട്, ഈ പൂച്ചയൊന്നും എടുത്താല് ഫുൾ മുടിയായിരിക്കും അതിന്റെ. അതെ 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 അതെ. ഓ, പൂച്ച അത്ര ഇഷ്ടല്ലേ? ഇപ്പൊ പൂച്ച പണ്ട് ഫുൾ പട്ടിയായിരുന്നു, 4 പേരുണ്ടായിരുന്നു. ഇപ്പൊ ലൂണ എൻട്രി ചെയ്തിട്ടുണ്ട്. പുറത്ത് 2-3 പേരെ അമ്മ ഫീഡ് ചെയ്താൽ. അമ്മയുടെ വീട്ടിലാട്ടോ ഇതൊക്കെ നടക്കുന്നത്. അമ്മ ഇപ്പൊ പൂച്ചയുടെ ആളായി. നേരത്തെ അമ്മ പട്ടിയുടെ ആളായിരുന്നു,
ഇപ്പൊ പൂച്ചയുടെ ആണോ? ഹലോ, എനിക്കറിയാം പട്ടിയില്ലെങ്കിൽ പൂച്ചയൊക്കെ ചോദിക്കുന്നറിയാം. അതുകൊണ്ട് ഫുൾ എക്യുപ്ഡ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. That is crazy. ആ അവനെ വിട്ടോളൂ, നീ അവനെ ഇവനെ എടുത്തോളൂ. ഇവന്റെ പേരെന്താ? അവന്റെ പേര് റാംബോ. I think so. റാംബോ ചാക്കോച്ചൻ. ഇത് കേട്ടോ? മുഖം നോക്ക് ചേട്ടാ. What is- ഉം. Oh. പൂച്ചകളുടെ ഒറ്റ അത് പ്രശ്നമുള്ളൂ. എത്തേണ്ടടുത്ത് എത്തിയപ്പോ അത് കിടന്ന് കാണിക്കുന്നുണ്ടേ എന്നൊക്കെ. ഇത് ശരിക്കും എത്തേണ്ടത് ഇവിടെയല്ല. ഇത് ശരിക്കും പൂച്ചകളുടെ, എനിക്കിപ്പോഴും ഡോഗ്സിനോട് കൂടുതൽ ഇഷ്ടം. പൂച്ചകൾ അവർക്ക് ഭയങ്കര ഇതാ ചേട്ടാ. നമ്മള് പോയി ഹലോ കൊഞ്ചിക്കാൻ പോകുമ്പോൾ തിരിഞ്ഞു നടക്കും. ഒരു നന്ദി കുറവുള്ളൂ. അന്ന് ഫീൽ ചെയ്യും. പട്ടികൾ അങ്ങനെയല്ല, നമ്മൾ കേറണ്ട, നമ്മളെ കാത്തു നിൽക്കില്ല. ആ ഒരു സ്നേഹം ചേട്ടൻ അറിയാലോ. ശരി, അപ്പൊ അതെനിക്കൊരു ഇത് പ്രശ്നമുണ്ട്. അവന് ആഹാരം കിട്ടാൻ ഒക്കെ ആയിട്ട് വന്ന് ഇങ്ങനെ വരച്ച് അവരാണ് കൂടും. രാജാവ് നമ്മുടെ വീട്ടില്. അത് എന്നെക്കാട്ടും കൂടുതൽ പക്ഷെ ഇപ്പൊ പൂച്ചക്കാരിയായി മാറിയിരിക്കുന്നത് എന്റെ അമ്മയാണ്. അമ്മ ഇവിടെ ഇല്ലേ? ആ, അമ്മ, ഒന്ന് കാണട്ടെ. അമ്മയ്ക്കെന്തേ? ജറാമേട്ടൻ. ആ നമസ്കാരം. ഒരുമിച്ചൊരു വിദേശയാത്ര ഓർമ്മയുണ്ടോ? കുറേ വർഷങ്ങൾക്ക് മുമ്പ്. അത് എത്ര വർഷമായി എന്റെ 18ാമത്തെ കണ്ടിട്ട്? വയസ്സിലാ. അതെ അതെ അതെ, എനിക്ക് തോന്നുന്നു രഞ്ജി ആ ടൈമില് മിസ് കേരള ഒക്കെ വിൻ ചെയ്ത് നിൽക്കുന്ന ആ ടൈമിലാണ്. Can you imagine? Yeah. ഞാൻ ഫസ്റ്റ് ട്രിപ്പ് ഫോറിനിൽ ഫ്ലൈറ്റ് കയറുന്നത് ജറാമേട്ടന്റെ ട്രിപ്പിലാണ്. അത് It was an amazing experience. അയ്യടാ, അതിന് ആ വഴി കൊണ്ടുപോരുത് കേട്ടോ. ഫീസ് നോക്കൂ. അമ്മ, ഇത് എന്റെ ഫ്രണ്ട് ഒരു ഭാരതി പെറ്റ് ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് മൂപ്പരുടെയാണ് ഈ സാധനങ്ങളൊക്കെ. ഇതിനെ കൊണ്ട് അങ്ങോട്ട് പോയേക്കരുത്. തിരിച്ച് ഞാൻ പോകുമ്പോ തരണം ഈ സാധനത്തിനൊക്കെ. പോയി അവനെ കൊണ്ടുപോയി. ജരമറ്റ ഓ താങ്ക് യു എന്ന് പറഞ്ഞത് എടുത്തോണ്ട് പോരുത്. ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. അമ്മ ആക്ച്വലി പൂച്ചകളായിട്ട് തുടങ്ങി, സോറി ഞങ്ങൾ പട്ടികളായിട്ട് തുടങ്ങി. ഒരു ലൂണ വീട്ടിൽ വന്നു. അപ്പൊ വീട്ടിലൊരു ലൂണയും പുറത്തൊരു 4-5 പൂച്ചയും വേറെ കുറെ എല്ലാം. അമ്മയുടെ ജീവിതം എന്ന് പറയുന്നത് ഇപ്പം ഇവരെ. ഇപ്പൊ എനിക്ക് പോലും ഇപ്പൊ ആരും ഇല്ല ഇവിടെ. പക്ഷെ ചേട്ടാ, ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു നമ്മളുടെ ഒരു സിനിമ. ആരൊക്കെയുണ്ട് സിനിമയിൽ? ആശ ചേച്ചിയുണ്ട്. ആശ ശരത്ത് പെരുമ്പാവൂരുള്ള എൻ്റെ അയൽവാസിയാണ്. ആശയുടെ അച്ഛൻ അപ്പൂപ്പന്മാര് തൊട്ട് ഞങ്ങൾ വളരെ അടുത്ത ബന്ധമുള്ള ഫാമിലി ഫ്രണ്ട്സ് ആണ്. പക്ഷെ ഞാൻ സിനിമയിൽ എത്തിയിട്ട് 10-38 വർഷം ഇപ്പോഴാണ് ആശയുടെ കൂടെ അഭിനയിക്കുന്നത്. മലയാളത്തില് ഞങ്ങൾ തെലുങ്ക് പടം പറഞ്ഞ അഭിനയിച്ചതിന്റെ കൂടെ. ലൈക് പരിചയക്കാരാണ്. പരിചയക്കാരാണ്. സമയത്ത് അറിയില്ല, അങ്ങനെ ഒരു അങ്ങനെ ആയി. സന്ദർഭം. അതെ അതെ തെലുഗുവിൽ അതെ. എന്താ അഭിനയിച്ചത്? തെലുഗുല് ഒരു ഫിലിമില് ബാഗുമതി എന്ന് പറഞ്ഞ സിനിമയില്. അതെ, ഞങ്ങളുടെ കോമ്പിനേഷൻ ഒന്നും ഇല്ല. ഇല്ല. അതെ, പിന്നെ ഇഷാനിയുണ്ട്, ഇഷാനിയാണ് കണ്ണന്റെ ഹീറോയിനായിട്ട്. ഐ തിങ്ക് മകളായിട്ട് സൂര്യ. പിന്നെ വേറെ ആരൊക്കെയുണ്ട് ഈ സ്പെഷ്യൽ കാസ്റ്റ്? പിന്നെ ഇതിനകത്ത് ഷറഫുദ്ദീന്റെ ഒരു എൻട്രി വളരെ ഇതായിരുന്നു. കാരണം ഒരു ഷോർട്ട് നോട്ടീസിൽ ആ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി ഷറഫുദ്ദീൻ വന്നു എന്നുള്ളത് എപ്പോഴും ഭയങ്കര ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്ത് പറയുന്നത്. പിഷു പിഷാരടിയുടെ എൻട്രി പിഷു പറഞ്ഞിട്ടുണ്ട്, പറയരുത് സർപ്രൈസ് ആയിട്ട് വരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോറി പിഷു, നമ്മൾ സർപ്രൈസ് പൊളിച്ചു. അപ്പം ഡെഫിനറ്റ്ലി ഇതൊരു ഫൺ, സിമ്പിൾ, ലൈറ്റ് മൂവിയാണ്. വെരി ലൈറ്റ് മൂവി. ഒന്നും അങ്ങനെ നമുക്ക് ഭയങ്കരമായിട്ട് അവകാശപ്പെടേണ്ട ഒന്നുമില്ല. സിമ്പിൾ മീൻസ് ദിസ് മച്ച്. വളരെ അങ്ങനത്തെ ഒരു സ്റ്റോറി. പക്ഷെ എനിക്ക് തോന്നുന്നത് അച്ഛനും മകനും അമ്മയും മോളും ഒക്കെ ഉള്ള വീടുകളിൽ, പല വീടുകളിലും നടക്കുന്ന ചില ഇൻസിഡൻസ് ഒക്കെ ഇതിനകത്തുള്ളത് അവർക്ക് ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റും. അത് തമാശയായാലും ലേശം സങ്കടമുള്ളതാണെങ്കിലും എല്ലാം കൂടെ മിക്സ് ചെയ്ത ഒരു ഫാമിലി, ഒരു കുടുംബ ചിത്രം. എന്താ പറയുക, ഒരു ഫീൽ ഗുഡ് മൂവി. ഒരു ഫീൽ ഗുഡ് മൂവി. അപ്പം ഈ ഒരു ചേട്ടൻ ഓരോ ഇപ്പം 80s ആദ്യമായിട്ട് ചേട്ടൻ സിനിമയിൽ ചെയ്തത്. 37 ഓൾമോസ്റ്റ് ഇയേഴ്സ് ആയി. ഇന്നത്തെ ഈ സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ മലയാളത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? കഴിഞ്ഞ ഒരു 90s-ഉം 80s-ലും നിന്നും 2000s-ൽ നിന്നൊക്കെ ഇപ്പം എനിക്ക് മാറ്റങ്ങൾ എന്ന് ഉദ്ദേശിച്ച ടെക്നിക്കലായിട്ട് ഭയങ്കര മാറ്റം വന്നു. പിന്നെ സിനിമ ടോട്ടലി മാറി. പുതിയ സ്റ്റൈൽ ഓഫ് മേക്കിങ്ങും അതും കഥകളും എല്ലാം മാറി. പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കൊരു പ്രൗഡായിട്ട് അല്ലെങ്കിൽ വളരെ ഇതായിട്ട് തോന്നുന്ന, സന്തോഷകരമായിട്ട് തോന്നുന്ന കാര്യം ആ 80s-ൽ വന്നതുകൊണ്ട് പത്മരാജ സാറിനെ പോലെയും ഭരതേട്ടനെ പോലെയും IV ശശിയെ പോലെയും അങ്ങനത്തെ ഒരു ലെജൻഡറി ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവരുടെയൊക്കെ കൂടെ ആക്ടേഴ്സ് ആയാലും ടെക്നീഷ്യൻസ് ആയാലും റൈറ്റേഴ്സ് ആയാലും അങ്ങനത്തെ ഒരു ബഞ്ച് ഓഫ് ആർട്ടിസ്റ്റ് ടീം അല്ലെ, ആർട്ടിസ്റ്റ് മാത്രമല്ല പ്രൊഡക്ഷൻ ടീം അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളൊരു ഭയങ്കര സന്തോഷം. ഒപ്പം തന്നെ കാലഘട്ടങ്ങൾ മാറി പുതിയ ജനറേഷന്റെ കൂടെയും ഇപ്പോ ഋഷഭ് ഷെട്ടിയുടെ കാന്താര,
ടെക്നിക്കലിയും ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പടമായിരുന്നു. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു 70-80 ദിവസമുള്ള ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഷൂട്ട് രാത്രി ഒരു 10 മണിക്ക് കഴിഞ്ഞാലും ഞാൻ അവിടെ തന്നെ ഇരിക്കും. അതിനുശേഷം എടുക്കുന്ന, അതായത് പുതിയ എന്തൊക്കെയാണ് ചെയ്യുന്നത്, നമ്മൾക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്, അതൊക്കെ നോക്കിയിരിക്കും. അതൊക്കെ പുതിയത് പഠിക്കാം. ഒരുപാട് വലിയൊരു മാറ്റം ഞങ്ങൾക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ നടന്മാരും ഈ സിനിമയിൽ അഭിനയിച്ച ആൾക്കാരുടെ ഒരു ആക്സസിബിലിറ്റി നമുക്ക് അധികം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ സോഷ്യൽ മീഡിയ വന്നതോടെ എന്താണ് എന്താണ് ഭയങ്കര ലോകം ഇങ്ങനെയായില്ലേ? നല്ലതുകൊണ്ട് അതുപോലെ നല്ല അതെ, തലവേദനയുണ്ട്. അതെ. അപ്പൊ ഇതിനെ നല്ലത് എത്ര പേർക്ക് അവസരങ്ങൾ കിട്ടുന്നു സത്യം. സോഷ്യൽ മീഡിയ കൂടെ. സത്യം ഒരു ദിവസം കൊണ്ട് ഒരാളെ ഇവിടെ എത്തിക്കുന്നു. സത്യം. അതാണ് അപ്പൊ ജയറാമേട്ടൻ എങ്ങനെ കാണുന്നു ഈ സോഷ്യൽ മീഡിയനെ? രഞ്ജിനി പറഞ്ഞ പോലെ തന്നെ നല്ലതും ചീത്തയില്ല, നമ്മൾ നല്ലത് എടുത്താൽ പോരെ. Yes, എന്തിനാ ചീത്ത എടുക്കുന്നത്? absolutely. അതാണ്. ചീത്ത എടുത്ത് വെറുതെ ടെൻഷൻ അടിച്ച് അതിന്റെ ഒന്നും കാര്യമില്ല. കാര്യമില്ല. നല്ലത് മാത്രം എടുക്കുക, നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക. Okay. എനിക്ക് അങ്ങനത്തെ ഞാൻ ഇനി ചേട്ടനത് ക്വിക്ക് ആയിട്ട് കുറച്ച് ചോദ്യം ചോദിക്കും. ആ സമയം നമുക്കൊന്ന് അങ്ങോട്ട് നടന്നാലോ? നടക്കാം. ഞാൻ ഇത്രയും ഭംഗിയായിട്ടുള്ള ഫ്ലാറ്റ് മുഴുവൻ ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ വരൂ ഇത്തിരി ഭംഗിയായിട്ട് വെച്ചിരിക്കുന്നു. നടക്കാം. ജയറാമേട്ടാ, ഓ, വീടൊക്കെ ഒന്ന് നന്നായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടോ? കുറെ ചെടികളുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ വീടൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ. ഇത് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള വല്ല ഈസി വഴിയുണ്ടോ? ഭയങ്കര ഈസി വഴി ഒന്നുമില്ല, കഷ്ടപ്പാട്. ഇതെല്ലാം ഒറിജിനലാണ്. എല്ലാം ഒറിജിനൽ. അതല്ലേ? ആക്ച്വലി എനിക്കൊരു ഗാർഡനർ ഉണ്ട്. അപ്പൊ അവൻ ഉള്ളത് കൊണ്ട് രക്ഷപ്പെടുന്നു. ഇത് നോക്ക്, എന്റെ ഇവിടെ ഇവരില്ലാത്തവരാണ്, അമ്മയുടെ വീട്ടിലാണ്. ഇത് റിക്കി, ലോക്കി, റിയോ, ബഡി, ലൂണ, പിന്നെ അമ്മ, ഞാനും ശ്രീകുട്ടനും. അച്ഛൻ. അല്ല, നിങ്ങളുടെ ഫോട്ടോ ഇല്ലേ? പട്ടിടം പൂച്ചയുടെ മാത്രമേ ഉള്ളൂ ഫോട്ടോ? അച്ഛൻ അച്ഛനെന്റെ 7ാം വയസ്സിൽ മരിച്ചുപോയി. ഇത് പെയിന്റിംഗ് ആണ്, പക്ഷെ കുറച്ച് നല്ല ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. നന്നായിരിക്കുന്നു. ഈ ടേബിള് ജയ്പൂർ അല്ല, അവിടെയല്ല ഈ വർക്ക്. അതെ അതെ ഇത് അതെ. ആക്ച്വലി ഞാൻ കുറെ പഴയ ഫർണിച്ചർ വാങ്ങിച്ച, ആന്റിക് ഫർണിച്ചേഴ്സ് ഇല്ലേ. ഐ ഹാവ് എ കൊച്ചു പൂജാമുറി ഉണ്ട്. ഇത് എനിക്ക് കുറെ പെറ്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അച്ഛൻ, ഇത് പാച്ചി, ഞങ്ങളുടെ ആദ്യത്തെ കൊച്ചു ബേബി പാച്ചി, പാച്ചി. ഇത് പീക്കും പോയി. ഇത് ചെറിയ വാവ് 2 മാസത്തിലെ ബെഞ്ചി. അച്ഛൻ വളരെ അച്ഛൻ എന്റെ 7ാം വയസ്സിൽ മരിച്ചു. ഭംഗിയാണ് ഈ ഫോട്ടോയിൽ കാണാൻ. അല്ലേ? സുന്ദരൻ. അത് അപ്പൂപ്പൻ. അപ്പൂപ്പനാ ഞങ്ങളെ അമ്മയുടെ അച്ഛനാണോ? അമ്മയുടെ അച്ഛൻ. അമ്മൂമ്മയില്ല, അമ്മൂമ്മയുടെ ഫോട്ടോ ഇതുവരെ ഞാൻ വെച്ചിട്ടില്ല, വെക്കാൻ സമയം കിട്ടിയിട്ടില്ല. എല്ലാം നല്ല ഒരുപാട് കളക്ഷൻസ്. ബുദ്ധനൊക്കെ എവിടെ നിന്നാണ്? ഐ തിങ്ക് ദാറ്റ് വാസ് തായ്ലൻഡ്. ഒരെണ്ണം തായ്ലൻഡ്, ഒരെണ്ണം കംബോഡിയ. അല്ല, ഈ ഒറിജിനൽ ആയിട്ടുള്ള ചെടികളൊക്കെ ഇങ്ങനെ വളർത്താൻ പറ്റുക കുറച്ച് നന്നായിരിക്കുന്നു. ഇതൊക്കെ അയ്യോ, ഇത് എന്താ? ചേട്ടാ, ഇത് ശരിക്കുള്ളതാ. ഇത് പെപ്പി. ഇതുണ്ടോ ഇവിടെ? ആഹാ, ഇത് പറഞ്ഞില്ലല്ലോ, പട്ടിയും പൂച്ചയും മാത്രമല്ലേ എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ. This is Peppy. അതെയാ? പെപ്പിക്ക് ചേരാൻ വേണ്ടി ഇത് വരുന്നുണ്ടോ? അപ്പൊ ഇതുണ്ടല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് ഇഷ്ടാ? എല്ലാം, all animals. I think if you let them be, they are the most peaceful creatures in the world. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണം, ഞാൻ എപ്പോ വരേ. എന്റെ കൂടെ ഒരു ഫ്രണ്ടും കൂടി വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഡ്രാഗൺ? പെറ്റെന്ന് പറഞ്ഞ് ഫുൾ സെറ്റപ്പ് ആയിട്ടാ ജയറാമേട്ട വന്നേക്കുന്നത്. അപ്പൊ ഞാൻ ഇനി ചോദ്യം ചോദിക്കണല്ലേ? ഇതിനെ വെച്ചോണ്ട് ചോദ്യം ചോദിക്കാൻ ബുദ്ധിമുട്ടില്ല. ഉത്തരം പറയാൻ ബുദ്ധിമുട്ടില്ലല്ലോ. ഇല്ല. Look at this. ഇത്രയുള്ള എന്റെ പെപ്പി, ഇത്രയും വലിയൊരു ഡ്രാഗൺ. ആ ഡ്രാഗൺ രഞ്ജിനി ഹരിദാസിനെ തിന്നോ? ഇല്ലേ? അയ്യോടാ, ഇതൊരു നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഒരു 4-5 കിലോ ഉണ്ട് ഇത്. ഒന്നുമില്ല. ഇല്ലേ? അയ്യോ, ഇടയിൽ വെച്ച് എന്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായി പോയി. ഈ ചേട്ടന്റെ സമ്മാനം, ആശകൾ 1000 വേണ്ടി ഞാൻ. ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ അവരുടെ ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള, അവർക്ക് ബുദ്ധിമുട്ടല്ലേ, നമ്മൾ എടുക്കുന്നു, വെക്കുന്നു. പക്ഷെ സുന്ദരൻ. ഫസ്റ്റ് ടൈം ആയിരിക്കും എന്റെ ഫസ്റ്റ് ടൈമാ ഇത്രയും വലിയ. ഞാൻ ഇഗ്വാനയെ പിടിച്ചിട്ടില്ല. ഞാൻ പാമ്പുകളെയൊക്കെ പിന്നെയും കുറച്ച് പിടിച്ചിട്ടൊക്കെ ചെറുപ്പത്തില്. പക്ഷെ
ഇപ്പൊ കുറെ നാളായി. ചേട്ടാ ആ. ഞാൻ കുറെ ചോദ്യങ്ങളൊക്കെ എഴുതി വെച്ചു, ഒന്നും ചോദിക്കാൻ പറ്റുന്നില്ല. എന്നെ ചേട്ടൻ വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോവാ. വേഗം ചോദിക്കൂ. അല്ലേ ചേട്ടാ? ചേട്ടൻ നോ പറഞ്ഞ സിനിമകള് പിന്നെ വലിയ സൂപ്പർ ഹിറ്റ് ആയി മറ്റുള്ളവർ ചെയ്തത് ഇഷ്ടം പോലെയുണ്ട്, ഒരെണ്ണം പറഞ്ഞോ. ഇഷ്ടം പോലെയുണ്ട്. കേക്കട്ടെ. ഒരെണ്ണം പറഞ്ഞാ മതിയോ? ഇല്ല എല്ലാം പോട്ടെ. എന്താ ഒരു ദളപതി തൊട്ട് കൂട്ടിക്കോളൂ. പിന്നല്ലാതെ മമ്മൂക്ക എന്നെ ഫസ്റ്റ് വിളിച്ചിട്ട് അരവിന്ദ് സ്വാമിയുടെ ക്യാരക്ടർ എന്നെയല്ലേ വിളിക്കുന്നത്. അന്ന് ഞാൻ പോയി 3 മാസം ഞാൻ പോയില്ല. അല്ല അവരുടെ ഓഫീസിൽ പോയി, മണിരത്നം സാറിന്റെ ഓഫീസിൽ പോയിട്ട് 3 മാസം ഇപ്പൊ തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം പോലും പോകാൻ പാടില്ല. കാരണം രജനി സാറ്, മമ്മൂട്ടി സാറ് 3 പേരും അവരുടെ കൂടെ എപ്പോ വർക്ക് വരുമെന്ന് പറയാൻ പറ്റില്ല. ഫുൾ കോമ്പിനേഷൻ ആണ്. ആ സമയത്ത് പോകാൻ പറ്റില്ല. പിന്നെ വേറെ സിനിമ അത് കഴിഞ്ഞിട്ട് ഒരിക്കൽ മമ്മൂക്ക വിളിച്ചു തന്നെ, കളഞ്ഞൂല്ലേ, നിന്നേക്കാൾ ഒരു 1000 മടങ്ങ് സുന്ദരം വന്നിട്ടുണ്ട്. ഇപ്പം ചേട്ടൻ ഈ സിനിമ ആക്ടിങ് എന്ന ഇതല്ലാതെ തന്നെ ചേട്ടൻ ഇപ്പം കുറേ വ്യത്യസ്തമായ കല ഉണ്ട്. അതെന്താ അറിയോ രഞ്ജിനി, നമുക്ക് ചെറുപ്പത്തിലേ വന്നൊരിതാണ്. അങ്ങനെയില്ല, നമ്മളുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ ജീവിതത്തിൽ ഇതൊന്നും, ഈ ഇഷ്ടമൊന്നും ഞാൻ ഈ വഴിക്ക് നിന്ന് എന്താ പിന്നെ എൻ്റെ കൂടെ പോന്നോളൂ എന്ന് പറഞ്ഞ് കൂട്ടിയതല്ല. എൻ്റെ കുട്ടിക്കാലം തൊട്ടുള്ള ഇഷ്ടങ്ങളാണ്. എൻ്റെ കുട്ടിക്കാലം തൊട്ട് എൻ്റെ കാരണവന്മാരൊക്കെ കൃഷിക്കാരൊക്കെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും അതിനോടുള്ള വലിയ ഇഷ്ടമാണ്. ഈ ചെണ്ട എന്ന് പറയുന്നത് എൻ്റെ കുട്ടിക്കാലം തൊട്ടുള്ള ഇഷ്ടമാണ്. ഈ ആന, ചെണ്ട, ഉത്സവം പറയുമ്പോഴാണ് ആ ചെറിയ ഡഫ് വന്നെടുത്ത് തരുമോ? അതിരുന്ന് ഇവിടെ കൊട്ടാനാ, ചെറിയൊരു സാധനം, ആഫ്രിക്കൻ സാധനം. ആഫ്രിക്കൻ ഓക്കെ 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 ഇങ്ങനെ കൈവച്ച് വിരല് മാത്രം മതി. ഞാൻ കണ്ടിട്ടുണ്ട് അത്. ഓക്കെ 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 എനിക്ക് അറിയില്ല, ഇങ്ങനത്തെ ഒരു എന്താന്നറിയില്ല ആ ഡബ്ബ. ശരി, നല്ലത്. അതെ അതെ, ഇത് കുറച്ചുകൂടി ഒന്ന് ഇത് എങ്ങനെയാണ് ഓണാവാൻ്റെ. അത് അവര് ഈ ബോങ്കോസ് ഉണ്ട് ഇവിടെ. ഞാനിത് കണ്ടപ്പോ ആരെങ്കിലും ഇത് ഉപയോഗിക്കണമെങ്കിൽ ജയറാമേട്ടൻ മാത്രമേ പറ്റുള്ളൂ. ഇത് ഞങ്ങൾക്ക് ഇത് ഞാൻ ഇങ്ങനെ വെറുതെ കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ട്, അതുകൊണ്ട് വാങ്ങിച്ചു വെച്ചതാ. അതുപോലെ മിമിക്രി എല്ലാം നമ്മളുടേതായിട്ടുള്ള സന്തോഷങ്ങളെല്ലാം ഇപ്പോഴും കൂടെ കൊണ്ട് നടക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളത് സന്തോഷം തന്നെ. വേണ്ടി വരുമോ? അല്ലെങ്കിൽ വല്ല രഞ്ജിനി ഹരിദാസിനെ പിടിച്ച് തിന്നും. ചിലത് ഇഷ്ടാണോ? ഈടാ വിശക്കുണ്ടായിരുന്നു പാവത്തിന്. നീ കഴിച്ചോടാ ചക്കരെ. ദൈവമേ, സുന്ദരനാട്ടോ, കണ്ണൊക്കെ നോക്ക്, ശരിക്കും ഡൈനസോർ പോലെ. അപ്പൊന്നാവാം, ചോദ്യങ്ങളാവാം. എനിക്ക് പ്രൊഡ്യൂസേഴ്സ്, നമ്മുടെ ഗോപാൽ അങ്കിളിനെ കുറിച്ച് പറയും. എങ്ങനത്തെ പ്രൊഡ്യൂസറാണ് ബൈജും ഗോപാൽ അങ്കിളും? നല്ലവരാണോ? അതെന്താ വെച്ചാലേ, നമുക്ക് ഈ ജൂഡ് പറഞ്ഞപ്പോ ഇതിനകത്ത് തോന്നിയ ഒരു സ്പാർക്ക്, ഒരു ചെറിയ കഥ, പക്ഷെ അതിനകത്തൊരു ചെറിയൊരു എലിമെന്റ് ഉണ്ട്. അപ്പോ ഗോപാലേട്ടൻ്റെ അടുത്താണ് ഞാൻ ഫസ്റ്റ് ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ ഗോകുലത്തിലെ കൃഷ്ണമൂർത്തി എടുത്ത് ഫസ്റ്റ് ചോദിച്ചിട്ട് ഗോപാലേട്ടൻ അടുത്ത് ചോദിച്ചു. ഗോപാലേട്ടൻ തന്നെ സ്ക്രിപ്റ്റ് വായിച്ച് അന്ന് തന്നെ കൃഷ്ണമൂർത്തി എന്നെ വിളിച്ചിട്ട് സാറിന് സംസാരിക്കുന്നത്. നന്നായിരിക്കുന്നു, വളരെ ഇഷ്ടപ്പെട്ടു, ഇത് ജയറാമും കാളിദാസും ചെയ്തത് നന്നായിരിക്കും, നിങ്ങൾ രണ്ടുപേരും ചെയ്യുകയാണെങ്കിൽ ഗോകുലം ചെയ്യുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണ്. അപ്പൊ അതൊരു വലിയൊരു ഫാക്ടർ ആയിരുന്നു നിങ്ങൾ എല്ലാവരും അത് ഒരുമിക്കാൻ വേണ്ടി. ഐ തിങ്ക് ഇപ്പൊ ബൈജുവും പ്രവീണും ഒക്കെയാണ് അതിൽ ഫുള്ളി ഇൻവോൾവ് അല്ലേ ഗോകുലത്തിലെ. അപ്പൊ ഇനി ഈ ആശകൾ 1000 എന്ന് പറയുമ്പം മലയാള സിനിമയിലെ കാളിദാസും ജയറാമും തിരിച്ചു വരുന്ന ഒരു 20 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരുന്ന ചിത്രം തിരിച്ചു വരുന്നു. ആശ ശരത്ത് ജാനും ഒരു ഫസ്റ്റ് അഭിനയിക്കുന്നതാണ്. ഇത് കുറെ ഭാഷകൾ ഇറക്കുന്നുണ്ടെന്ന് പറഞ്ഞു. 4 ഭാഷയിലുണ്ട്. മലയാളം, തമിഴ്, കന്നഡ, തെലുഗു ഒരേ ദിവസം ഫെബ്രുവരി 6-ന്. ഓ വെരി ഗുഡ്. ഇൻഫാക്ട് തമിഴില് ആശകൾ 1000, കന്നഡത്തിലും തെലുങ്കിലും. അപ്പൊ അത് ഡബ് ചെയ്ത് തമിഴിൽ ഓൾമോസ്റ്റ് ഒരു 75-80% ഇതിന്റെ ഷൂട്ടിങ്ങിന്റെ ഒപ്പം തന്നെ ചെയ്തായിരുന്നു. ഓക്കെ, സോ ദാറ്റ് വാസ് ക്വൈറ്റ്. ചേട്ടൻ ഇങ്ങനെ കുറെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ മലയാളത്തിൽ നിന്ന് ഇങ്ങനത്തെ ഒരു സിനിമ വരുമ്പോൾ അത് കുറച്ച് സ്പെഷ്യൽ ആയിരിക്കും എനിക്ക് തോന്നുന്നു. അതെ അതെ, അതായത് ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇത്രയും വർഷം ജയറാമിനെ വെച്ച് കണ്ട സിനിമ പോലെ ഇത് കൊള്ളാം, ഒരു ജയറാമിന്റെ ഒരു പഴയ സിനിമയെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, രസമുണ്ട്, ഒരു ഫാമിലി ആയിട്ടിരുന്ന് കാണാവുന്നതാണെന്ന് അവർക്ക് തോന്നുമെന്നുള്ളതാണ് എന്റെ വിശ്വാസം. സിനിമാറ്റോഗ്രാഫറും ഇതിനെ സ്വരൂപാണ് ക്യാമറ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ മ്യൂസിക് സനല്,
സനൽ മ്യൂസിക്, ഞാൻ കണ്ടു ആ വീഡിയോ മോൻ ചെയ്ത്. ആ അതിലാണ് ആ പെറ്റ് ഷോപ്പ് ഒക്കെ, ഒരു പെറ്റ് ഷോപ്പ് ഒക്കെ ഇങ്ങനെ കയറി വരുന്നത്. അവിടെ നിന്നാണോ ഇവരൊക്കെ? അവരെന്നാണ് ഇവരൊക്കെ. എടാ, അതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഈ സിനിമയെ കുറിച്ചുള്ള ആശകൾ എന്തൊക്കെയാണ്? ആശകളില്ല, ആശകളില്ലാത്ത ആരാണുള്ളത്? അതെ, ചേട്ടൻ ഇപ്പൊ ഇനി വല്ല ആശകൾ ബാക്കിയുണ്ട് സിനിമ വെച്ച് നോക്കുമ്പോ? സിനിമാ ലോകത്ത് ചേട്ടന്റെ കരിയർ എന്ന് പറയുമ്പോൾ അപ്സ് ഭയങ്കരമായിട്ടുണ്ട്, ലോസ് കുറെ ആയിട്ടുണ്ട്, ഗ്യാപ്സ് എടുത്തിട്ടുണ്ട്, ഗ്യാപ്സ് ഇല്ലാത്ത സമയങ്ങളുണ്ട്. അങ്ങനെയൊക്കെ തിരിച്ചു നോക്കുമ്പോൾ 37 years ഓൾമോസ്റ്റ് ലോങ് ആയിട്ടുള്ള കരിയർ ആണ്. ചെറിയ ലോങ് കരിയർ ആണ്. ഇന്നും അതുപോലെ ശക്തമായ കഥാപാത്രങ്ങൾ മറ്റു ഭാഷയിൽ നമ്മൾ കാണുന്നുണ്ട്. മലയാളത്തില് നമ്മളൊന്ന് മിസ് ചെയ്യുന്നുണ്ട് ജയറാമേട്ടനെ, ആ പഴയ ഞങ്ങളുടെ ജയറാമേട്ടനെ. അതായിരിക്കും അല്ലേ, അതെ, ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. സത്യം, അത് കുറെ നാളായി. അപ്പൊ ആ ഒരു ആഗ്രഹം, ഞങ്ങളുടെ ആഗ്രഹം അത് നിറവേറ്റും. ഇനി സിനിമയിൽ ജയറാമേട്ടന്റെ ആഗ്രഹം എന്താ ആഫ്റ്റർ ദിസ്? അങ്ങനെ ഒന്നുമില്ല രഞ്ജിനി, ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എപ്പോഴും എൻ്റെ സന്തോഷങ്ങൾ, എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ കൊച്ചു കൊച്ചു സന്തോഷം ഇതൊക്കെ ആയിട്ട് പോകുന്ന ആളാണ്. അപ്പോ സിനിമ ഇല്ലെങ്കിൽ പോലും, കുറച്ച് ഗ്യാപ്പ് വന്നാൽ പോലും, ഞാൻ എൻ്റെ ഈ ചെണ്ടകോട്ടും മറ്റേതും അത് ഇതും ബാക്കിയുള്ള ഞാൻ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ട് ഞാൻ ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോകും. ആക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ട് ചേട്ടൻ അതൊക്കെ, അല്ലേ? സേ ഹാപ്പി. ഇപ്പം അതെ. നമ്മുടെ അശ്വതി ചേച്ചി ആയാലും, ചക്കി ആയാലും, കണ്ണനായാലും, ജയറാമേട്ടനായാലും, നിങ്ങളൊക്കെ ഞങ്ങളുടെ ഡെയിലി ലൈഫിന് വലിയൊരു ഭാഗമായിട്ട് ഇത്രയും വർഷം ഉണ്ടായിരുന്നു. ഇപ്പൊ അതിൽ നിങ്ങൾ രണ്ടുപേരെയും കൂടെ ആശകളായിരത്തില് ആശ ചേച്ചിയുടെ കൂടെ ഇഷാനിയുടെ ഒക്കെ കൂടെ കാണുമ്പോൾ ഞങ്ങൾ ഒരു എക്സൈറ്റഡ് ആണ്. അപ്പൊ ഇത് പ്രേക്ഷകർ ഇവിടെ വെച്ച് നടത്തിയത് നന്നായി. അതെ, എന്റെ വീട്ടിൽ വെച്ചാണെങ്കിൽ ഇന്റർവ്യൂ നടക്കില്ല. എന്താ ഈ വക സാധനത്തിലൊന്നും അവിടെ കയറ്റാൻ സമ്മതിക്കില്ല അശ്വതി. ആ, അയ്യോ, ആണോ? പട്ടി ഓക്കെ, പൂച്ച വരെ ഓക്കെ. എനിക്ക് തോന്നുന്നു കണ്ണന് ഒരു ആഗ്രഹം ഉണ്ടല്ലോ, ഒരു പൈത്തനൊക്കെ. അതെന്തായി? ഒരു രീതിയിലും കേറ്റൂല അല്ലേ അവിടെ? ഒന്നില് പാമ്പ് അല്ലെങ്കിൽ ഞാൻ, അതാണ്. ചേട്ടന് ഒരു ആഗ്രഹമുണ്ട്. എനിക്ക് ആഗ്രഹമുണ്ട്, ഉണ്ടല്ലേ? സത്യമായിട്ടുണ്ട്. ആണോ? അത് അവനിലൂടെ അവതരിപ്പിച്ചു എന്ന് മാത്രം. അത് നടക്കാൻ പോകുന്നില്ല. ചേച്ചിയുടെ പറയണേ, കുറച്ച് എപ്പോഴാണെന്ന് അറിയില്ല, ചേച്ചിയുടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഡാൻസ് വീഡിയോ, എന്ത് രസമായിരുന്നു അത്. ഓ, സോ സ്റ്റണ്ണിങ്. അപ്പൊ ഇനി റിലീസിന് വേണ്ടി എല്ലാരും കൂടെ വരുമോ, അതോ അവിടെയാണോ? ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടാവും. ഉണ്ടാവോ? ആ. അപ്പൊ റിലീസ് ഡേറ്റ് ഒന്നുകൂടെ നമുക്ക് ഓർമ്മിപ്പിക്കാം. February 6th. February അല്ല, 6th. ഞാൻ വന്നപ്പോ ചൂട് വേണോ, തണുപ്പ് വേണോ, സ്പൈസി വേണോ, മധുരം വേണോ എന്നൊക്കെ ചോദിച്ചത്. വന്ന പിന്നെ ആകെ ഒരു ഗ്ലാസ് പച്ചവെള്ളം മാത്രമേ തന്നത്. സമയം കിട്ടിയിട്ടില്ല. ഇവിടെ എനിക്കൊരു പട്ടി, പൂച്ച, ഇഗ്വാന, എപ്പോഴത്തെ സമയം. എന്നാ പിന്നെ ഇവനൊന്ന് മാറ്റാം. നല്ല ഐഡിയ ആയിരിക്കും. പിന്നെ എന്തെങ്കിലും കൊണ്ടുവരും. മനസ്സമാധാനം തന്നിട്ടില്ല അവസാനം ഞാൻ ഈ ഇലയെടുത്ത് തിന്നേണ്ടി വരും വിശന്നിട്ട്. എടുക്കാം. ഞാനിങ്ങനെ ചായ കൊണ്ട് കൊടുത്തിട്ടില്ല. ചായ അല്ല, കാപ്പി അല്ലേ? അതെ. അമ്മ വന്നിരിക്കൂ, ജയറാമേട്ടൻ പോവാറായി. വരൂ വരൂ വരൂ. അപ്പൊ ഞങ്ങള് നേരത്തെ ചോദ്യത്തിന്റെ ക്വസ്റ്റ്യൻ അട ഓർ വട. അപ്പൊ ജയറാമേട്ടാ, ടെൽ മീ, മലയാളത്തിലല്ലാതെ മറ്റു ഭാഷയിലുള്ള ചിത്രങ്ങൾ ഏതൊക്കെയാണ് ഇപ്പൊ ചെയ്യുന്നത്? മലയാളം ആശകളായിരം, തമിഴും സെയിം ടൈമിൽ റിലീസ് ആശൈകൾ 1000. ഓക്കെ. ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് പാണ്ഡ്യരാജ് ഡയറക്ടറുടെ ഇതിലുള്ള ഞാനും ഉർവശിയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഫിലിമാണ് ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഷൂട്ടിംഗ് സൈമിൾട്ടേനിയസിൽ നടക്കുന്ന മറ്റൊരു പടം ധനുഷിന്റെ കൂടെ ഞാൻ ചെയ്യുന്നൊരു ഫിലിമാണ്. അതെ, ഏകദേശം ഫിനിഷിംഗ് ഇതിലാവാറായി. അത് കഴിഞ്ഞാൽ തമിഴിൽ 2-3 പുതിയ തുടങ്ങാൻ പോകുന്നു. തെലുഗുവില് നാഗാർജുനയുടെ മകൻ നാഗചൈതന്യയുടെ കൂടെയുള്ള ഫിലിം. അത് എൻ്റെ ഒരു എക്സലന്റ് ക്യാരക്ടറാണ്. അതിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ തമിഴിൽ മറ്റൊരു ഈ വർഷത്തെ എൻ്റെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാരക്ടേഴ്സ് എന്ന് പറയാവുന്ന ഒന്ന് മാധവന്റെ കൂടെ GDN. No, Madhavan is doing as GD Naidu. Yeah, I am doing the equal important character. Yeah. Wow. Equally രണ്ടുപേരാണ്. ഞാൻ ആക്ച്വലി ഏതോ ഒരു, എനിക്ക് വിജയ് ഇസ് എ ഗുഡ് ഫ്രണ്ട്. അപ്പൊ ഈ സിനിമയെ കുറിച്ച് കുറെ സംസാരിച്ചു. അപ്പം മാധവൻ സാറിനൊക്കെ കണ്ടിരുന്നു. ആണല്ലേ? യു ആർ എക്സൈറ്റഡ് അബൌട്ട് ഇറ്റ്? ഇപ്പൊ തന്നെ എന്റെ ഫുൾ പടം കണ്ടിട്ട് മാധവനൊക്കെ എനിക്ക് കുറേ മെസ്സേജ് അയച്ചിരുന്നു. മലയാളത്തിൽ ഐ ഡോണ്ട് നോ, ബട്ട് എന്റെ ഒരു അഭിപ്രായം പറയട്ടെ, മലയാളത്തിൽ അല്ലാതെ പുറത്തെ സിനിമകളിലാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് ജയറാമേട്ടന് ഏറ്റവും വലിയൊരു റേഞ്ച് ഓഫ് മൂവീസ് കിട്ടിയിരിക്കുന്നത്. അത് സത്യമല്ലേ? വെറൈറ്റി ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മലയാളത്തില് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ജയറാമേട്ടനെ ഇഷ്ടം ഒരു ഫാമിലി മാനായി ഞങ്ങളുടെ മുന്നിൽ ഇതായിരിക്കുന്നു. കാളിയോ
പടങ്ങളോ? കാളി ഇപ്പൊ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പടം അഹമ്മദ് കബീറിന്റെ പുതിയ പടം. അല്ലെങ്കിൽ ഇവിടെ വന്നേനെ അല്ലേ? അതെ. കോട്ടയത്ത് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ. അതിനു വേണ്ടിയാണ് നമ്മുടെ ബോഡിയൊക്കെ ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടിയാണോന്നറിയില്ല. ഭയങ്കര തന്നെ കേട്ടോ പുതിയ ജനറേഷൻ കുട്ടികളുടെ ഒന്ന് മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാല് പ്രൊഫഷന് വേണ്ടിയിട്ട് കിട്ടുന്ന എന്ത് മരിക്കാന്ന് പറയില്ല. പണ്ട് അത് അത്രയൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. സിക്സ് പാക്ക് ഒന്നും ഉണ്ടാക്കും നമ്മൾ. ഇപ്പൊ ഏയില് പുല്ലുപോലെ ഉണ്ടാക്കാം. ഞാൻ അവരോട് പറയും നീ ഇത്ര കാരണം കഷ്ടപ്പെടുന്ന എന്തിനാ, ഒരു സെക്കൻഡ് കൊണ്ട് ഞാൻ വിത്ത് സിക്സ് പാക്ക് ഉണ്ടാക്കി കാണിച്ചതാ. അങ്ങനെ ഏറ്റവും കഷ്ടപ്പെട്ടുള്ള സിനിമ ഏതാ ചെയ്യാൻ ഈ ലൈഫിൽ 37 വർഷത്തില് ഏറ്റവും ശരീരമാണെങ്കിൽ അല്ലെങ്കിൽ മാനസികമായി പണി എടുത്ത് ചെയ്ത ഒരു ചിത്രം? ഏതൊക്കെ പെട്ടെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. പണ്ട് ഭരതേട്ടന്റെ കൂടെ കേളി എന്നുള്ള സിനിമ ഈ കാലിങ്ങനെ വളച്ച് കെട്ടി അതൊരു ഭയങ്കര ഇതായിരുന്നു. പിന്നെ അടുത്ത കാലത്ത് ചെയ്തതിൽ പൊന്നിയിൻ സെൽവൻ അങ്ങനത്തെ ഒരു നല്ല വർക്കായിരുന്നു. അത് കാണുമ്പോൾ ഈസിയാന്ന് തോന്നുകയാണെങ്കിൽ ആ ക്യാരക്ടർ ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെയ്തത് പോലെ. അതിന് സെന്തമിഴ് കാണാപ്പാടം പഠിച്ച് പറയണം, അയാളുടെ ഹൈറ്റ് കുറവുള്ള പോലെ വാക്ക് ചെയ്യണം. പിന്നെ ഷൂട്ട് ചെയ്യുന്നത് മെയ് മാസത്തിൽ ഗോദാവരി റിവറിന്റെ സൈഡിലൊക്കെയാണ്. കാലിൽ ചെരുപ്പൊന്നും ഇടാൻ പറ്റില്ല. മണൽ പൊള്ളി ആവിഞ്ഞ് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ ബബിൾസ് കാലിന്റെ താഴെ വരും. ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ തന്നെയായിരുന്നു. എല്ലാരും ബുദ്ധിമുട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഏറ്റവും എൻജോയ് ചെയ്ത സിനിമ വളരെ ഈസി ആയി കയറി ചെന്നു. ജയറാം തന്നെ ആയിരുന്നു, അഭിനയിക്കേണ്ട വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ചില്ല് ചെയ്തു പോന്നു, ഹിറ്റായി, സന്തോഷം, സമാധാനം. ചാണക്യൻ ജയറാം തന്നെയായിരുന്നു, മിമിക്രി ചെയ്യുന്ന ജയറാമായിരുന്നു. അപ്പൊ എനിവേ ജയറാമേട്ട, വി ആർ വെരി വെരി എക്സൈറ്റഡ്. ചേട്ടന്റെ ആശകൾ 1000 അത് വലിയൊരു ഹിറ്റായി മാറട്ടെ. മലയാളി പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന ജയറാമേട്ടനെയും കണ്ണനെയും ഇത്രയും വർഷത്തിന് ശേഷം ഒരുമിച്ച് കാണാൻ ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ്. ഇപ്പം നേരത്തെ കണ്ട കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, എന്റെ വീട് അപ്പൂന്റെയും, അതിനുശേഷം ഇതില് മറ്റൊരു വേർഷൻ അല്ലേ? അതെ, അങ്ങനെ വരട്ടെ, അങ്ങനെ തന്നെയാണ്. ബിക്കോസ് അതിന്റെ തന്നെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് വേണമെങ്കിൽ വരാം. ഏകദേശം ആ ഒരു ഇതിലുള്ള സിനിമയാണ്. താങ്ക് യു. ഇത് നന്നായിരിക്കുന്നു. അമ്മയോട് പ്രത്യേകം പറയണേ. അമ്മ എവിടെയാ? എല്ലാം നന്നായിരിക്കുന്നു. കാപ്പി നന്നായിരിക്കുന്നു. ഹോട്ടലിൽ നിന്ന് മേടിച്ചാൽ എനിക്കറിയാം. എനിക്ക് ഇത് ഞാൻ എങ്ങനെ കണ്ടുപിടിച്ചറിയാമോ? ഞാൻ കൊണ്ടുവന്ന പട്ടിയും പൂച്ചയൊക്കെ കയറ്റി വിടാൻ വേണ്ടിട്ട് ഞാൻ പുറത്തു പോയപ്പോ വേറൊരാള് രഞ്ജിനി ഹരിദാസിന്റെ വീട് ഏതാ ഹോട്ടലിൽ നിന്ന് സാധനമായിട്ട് വന്ന അടയും വടയും. എന്റെ അടുത്ത് അട വേണോ വട വേണോ ചോദിച്ചത്. അതുമായിട്ട് വന്ന ആൾ അവിടെ നിൽക്കണ്ടായിരുന്നു. എന്റെ അമ്മയും വീട്ടിലല്ല താമസിക്കുന്നത്, ഞാൻ ഒറ്റയ്ക്ക്. അപ്പൊ ഞാൻ ഇറങ്ങിക്കോട്ടെ. എനിക്ക് അങ്ങോട്ട് പോകാനില്ലേ? അതെ, അങ്ങോട്ട് പോകാനിരിക്കല്ലേ പെരുമ്പാവൂരിലേക്കാ? ഇന്നെന്താ പരിപാടി ബാക്കി? ഒന്നുമില്ല, നേരെ പെരുമ്പാവൂര്. എനിക്ക് അവിടെ ചില ഫാമിങ്ങും അത് ഇതൊക്കെ ഉണ്ട്. കുറച്ച് സൺഡേയും കൂടിയല്ലേ അവിടെ പോയി. ബാക്ക് ടു യുവർ ഓൾഡ് ലൈഫ്, നോർമൽ ലൈഫ്. ഞങ്ങളുടെ മുന്നിൽ ഒരു നടൻ എത്തുന്നു, തിരിച്ചു പോകുമ്പോൾ സാധാരണയായ ഒരു കൃഷിക്കാരൻ. അപ്പം ചേട്ടാ ഒരിക്കൽ കൂടെ ഐ വാണ്ട് ടു സേ കൺഗ്രാറ്റുലേഷൻസ്. വി ആർ വെയിറ്റിംഗ് ഫോർ ആശകൾ 1000. താങ്ക് യു സോ മച്ച്. ഞാൻ പാക്ക് ചെയ്തെടുക്കണോ ചേട്ടാ? പക്ഷെ ആദ്യം ചോദിച്ചില് ചൂട് വേണോ തണുപ്പ് വേണോ അട വേണോ വട വേണോ, പിന്നെ വേറെ എന്തോ കൂടി ഉണ്ടായിരുന്നു. എരിവ് വേണോ, സ്പൈസി ഓർ സ്വീറ്റ്? സ്വീറ്റ്ലി തുടങ്ങി സ്പൈസി. താങ്ക് യു. അപ്പൊ 6-ാം തീയതി നിങ്ങളും കൂടി പടം കണ്ടിട്ട് വിളിക്കണേ, ഉറപ്പായിട്ട്. ഫെബ്രുവരി 6. പോയിട്ട് വരാം. ഞാൻ വിചാരിച്ചു ആ യുഗ്വാനെ എങ്ങാനും പിടിച്ച് തിന്നോ കാണാൻ. അപ്പൊ പോയിട്ട് വരാം. താങ്ക് യു. സിനിമ കണ്ടിട്ട് വിളിക്കണേ. മറ്റവരെയൊക്കെ കൊണ്ടുപോയല്ലോ അല്ലേ? എല്ലാരും കയറ്റി വണ്ടിയിൽ. എങ്ങോട്ടാ പോകുന്ന പറഞ്ഞ? ഫാർമിലേക്ക്. ഞാൻ ഫാമിലേക്ക് പോകുന്നു. അവിടെ എന്തൊക്കെയാ കൃഷി ഉള്ളേ? അവിടെ കുറച്ച് കൃഷി സാധനങ്ങളൊക്കെ ഉണ്ട്. പച്ചക്കറി ഉണ്ട്. നല്ല വിഷം അടിക്കാത്ത ഫാമിലെ പച്ചക്കറി വേണോ? ഒന്നും കൊണ്ട് തന്നില്ലല്ലോ. തരാം, നല്ല പടവലങ്ങ തരാം. ഇവിടെ കുക്കിംഗ് ഒക്കെ ഉണ്ടോ അമ്മ? അല്ല, കുക്ക് ചെയ്യോ ഇവിടെ സാധനങ്ങളൊക്കെ? കുക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല വിഷം അടിക്കാത്ത നല്ല പച്ചക്കറിയാണ്. പടവലങ്ങയൊക്കെ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇതല്ല, ഇതിന്റെ പേര് ബോൾ ഫൈറ്റ് എന്ന് പറയും.
ഇതാണ് എൻ്റെ മോന് വളർത്തണം എന്ന് വലിയ ആഗ്രഹമുള്ളത്. ഇതാണോ കൃഷി ചെയ്യുന്ന പടവലങ്ങ? എടാ ക്രൂര, ചിരി നോക്കുന്നേ. ഞാൻ അവസാനം എന്തെങ്കിലും ഒരു പ്രസന്റ് ആയിട്ട് വേണ്ടേ, അതിനു വേണ്ടി കൊണ്ടുവന്ന. കണ്ണാ, അമ്മയടുത്തൊന്ന് ചോദിക്കുന്നോ? അതാണ് ചേച്ചിയുടെ കയ്യിലൊരെണ്ണം എത്തിയിട്ടുണ്ട്. അതാണ് വീട്ടിലെത്തിക്കാൻ പറ്റാത്തത് ചേച്ചിയുടെ വീട്ടിൽ എത്തിച്ചിട്ടുണ്ട്. അവനേക്കാൾ കൂടുതൽ ആഗ്രഹം എനിക്കുണ്ട്. But it's a beautiful tree. Look at this. Yeah, Oh my God, stunner. Ooh. Can I carry? Yes, incredible. What a great time I've had, Jairametta. Jairametta idea ആയിരുന്നു നമ്മള്. Thank you. Thank you. What a great time. അല്ലേ? I don't think ഇങ്ങനത്തെ ഒരു ഇന്റർവ്യൂ ഞാൻ ചെയ്തിട്ടില്ല. ചേട്ടൻ ചെയ്തിട്ടുണ്ടോ? ഓ മൈ ഗോഡ്, എനിക്ക് ഓർമ്മ വരുന്ന നമ്മുടെ ജംഗിൾ ബുക്കിലെ മറ്റേ ഹായ്. ഓ മൈ ഗോഡ്, സോ ബ്യൂട്ടിഫുൾ. ഓക്കെ, ബൈ ബൈ, പോയിട്ട് വരാം. അപ്പൊ ഇത് എൻ്റെ ഒരു സമ്മാനമായിട്ടിരിക്കട്ടെ. ബൈ 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 ജയറാമേട്ട. ബൈ. അപ്പൊ 6-ാം തീയതി, ഫെബ്രുവരി 6-ാം തീയതി മറക്കണ്ട. ബൈ ബൈ. ജയറാമേട്ടൻ തന്നൊരു സമ്മാനം. ഒരു മിനിറ്റ്, അവനെ ഒന്ന് അടുപ്പിക്കട്ടെ. I don't mind. I'm not scared. അമ്മ, ഇറ്റ്സ് ഓക്കെ. നമ്മളുടെ പീക്ക്, നമ്മുടെ ആദ്യമായിട്ടാണോ? പൈത്തനല്ലേ അമ്മ, ഇതിന് വിഴുങ്ങാനേ പറ്റൂ. Anyway, thank you so much for watching RH Talkies with ജയറാമേട്ടൻ. ജയറാമേട്ടന് എനിക്കൊരു ചെറിയ പാര തന്നിട്ടാ പോയെ. പക്ഷെ ജയറാമേട്ടനെ നമുക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് നമ്മൾ ആരാധി പോയി ആശകളായിരം കാണും. അവിടെയും ചിലപ്പോൾ ഇവരെയൊക്കെ കാണാൻ പറ്റും. ബട്ട് what a fun time I've had. എന്റെയും പാമ്പിന്റെയും വക. Thank you so much for watching. Don't forget to like, share and subscribe. അമ്മ കഴുത്തിടുന്നോ? അമ്മ